ഡാം സേഫ്റ്റി അതോറിറ്റി മുൻ അംഗം കെ കരപ്പൻകുട്ടി സാറാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. സാർ നമസ്കാരം, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ഓക്കെ സാർ, നമ്മൾ ഈ ഒരു സാഹചര്യം, അതായത് മുല്ലപ്പെരിയാർ, ഓരോ മഴക്കാലം വരുമ്പോഴും മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് മലയാളിക്ക് ഒരു വലിയ ആശങ്കയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ എന്ത് സംഭവിക്കും, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഡാമാണ്. ഈ ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ തമിഴ്നാടിൻ്റെ ബജറ്റിൽ മുഖ്യമന്ത്രി വിജയ് ഈ മുല്ലപ്പെരിയാറിൻ്റെ അണക്കെട്ടിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിലേക്ക് ജലനിരപ്പ് ഉയർത്തുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരിക്കും ഇത് കേൾക്കുമ്പോൾ നമ്മൾ മലയാളികൾ, അല്ലെങ്കിൽ പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്നവർ, എന്തിന് എറണാകുളം വരെയുള്ളവർ ഭയങ്കര ആശങ്കയിലാണ്. കാരണം ഈ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ എറണാകുളം വരെയുള്ള ഭാഗങ്ങൾ കടുത്ത ഭീഷണിയിലാണ് എന്നതൊരു ഒരു ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു സാഹചര്യം, ഈ ഒരു അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ ഈ ഒരു ബജറ്റ് പ്രഖ്യാപനം എത്രത്തോളം നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്നതാണ് സാർ? അതെ, 130 കൊല്ലമായി ഈ ഡാം പണിത് അവിടെ നിൽക്കുന്നു. 100 കൊല്ലം കഴിഞ്ഞപ്പോൾ തുടങ്ങി നമ്മൾ ഇതിൻ്റെ മറവിളി കൂട്ടുന്നതാണ് ഈ ഡാം സേഫ് അല്ല എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അവിടെ തമിഴ്നാട്ടിൽ പറഞ്ഞത് സുപ്രീം കോർട്ട് വിധിക്കെതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. അത് നമ്മൾ 142 അടി വരെ മാക്സിമം ലെവൽ ഉയർത്തണമെന്ന ഒരു കൺകറൻസിലാണ് സുപ്രീം കോർട്ട് ഓർഡർ ഉള്ളത്. അതായത് 136 അടിയിൽ വെള്ളം ഒഴുകി തുടങ്ങിയാലേ 142 അടിയിൽ വരുമ്പോൾ നിൽക്കുകയുള്ളൂ. അതിന് മുകളിലേക്ക് പോകുന്നത് ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല. സുപ്രീം കോടതി ഓർഡറിനുള്ള വെല്ലുവിളിയാണ്. അല്ല, അതെന്തുകൊണ്ടാണ് അവർക്ക് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇത്രയും അവർ ഒരു 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 ഭയങ്കരമായ ഒരു തീരുമാനങ്ങളൊക്കെ അവരെടുക്കുന്നത്, മലയാളികളെ വെല്ലുവിളിച്ചുകൊണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, കൃത്യമായി നമുക്ക് പറയാം, നമ്മൾ മലയാളികളെ വെല്ലുവിളിച്ചുകൊണ്ട് അവരിങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സാഹചര്യം എന്താണ്? അത് അവരൊരു വെല്ലുവിളി, അവർക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഈ ഡാമില്ലെങ്കിൽ അവർക്ക് വെള്ളമില്ല. ഈ ഡാം നിർത്തുക, സേഫായി നിർത്തുക എന്നത് അവരുടെ കൂടി ആവശ്യമാണ്. നമുക്ക് ഇവിടെ തമിഴ്നാടിന് ജലം കൊടുക്കുന്നതിൽ യാതൊരു എതിർപ്പുമില്ല. നമുക്ക് സുരക്ഷ നമ്മുടെ ഒരു കാര്യമാണ്. അത് ഈ ഡാമിൻ്റെ വാട്ടർ ലെവൽ കൂടിയാൽ ഈ ഡാമിന് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, അവിടെ ഒരു ഭൂമികുലുക്കം ഉണ്ടായാൽ ആ ഡാം സേഫായിട്ട് നിൽക്കണം എന്നില്ല. അത് അവർ മനസ്സിലാക്കാതെ ഡാമിൻ്റെ ലെവൽ കൂട്ടണം എന്ന് പറയുന്നത് അവർക്ക് തന്നെയാണ് വിനയായി മാറുക. ഇതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ വെള്ളം നമ്മൾ സേഫായിട്ട് ഇടുക്കി ഡാമിൽ കൊണ്ട് നിർത്തും. അതിനുള്ള സൗകര്യം നമുക്കുണ്ട്. പക്ഷേ ഇനി അവർക്ക് വെള്ളമില്ല. അത് തമിഴ്നാട് മനസ്സിലാക്കിയിട്ടില്ല. ഇതുവരെ അവർ അത് മനസ്സിലാക്കിയിട്ടില്ല. ശരിക്കും നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നൊരു കാര്യമാണ്, അതായത് സാറി പറഞ്ഞ പോലെ 100 വർഷത്തിന് ശേഷം നമ്മൾ നിരന്തരം പറയുന്നൊരു കാര്യം, ഈ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്തിട്ട് പകരം പുതിയ ഡാം നിർമ്മിക്കുകയും ഈ പുതിയ ഡാമിലൂടെ തന്നെ തമിഴ്നാടിന് വെള്ളം കൊടുക്കാമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. നമ്മൾ പറയുന്നുണ്ട് ഈ ആവശ്യത്തെ. പക്ഷേ തമിഴ്നാട് ഒരിക്കലും അംഗീകരിക്കാതെ എന്തുകൊണ്ടായിരിക്കും? ഇതിനൊരു സ്ട്രെങ്തനിങ് മെഷേഴ്സ് ഇനിയും ചെയ്തില്ലെങ്കിൽ ഈ ഡാം നിൽക്കില്ല. ഇതിൻ്റെ ഈ പുതിയ ഡാമിന് വേണ്ടി നമ്മൾ 26 കൊല്ലത്തോളമായി മറവിളി കൂട്ടി പോകുന്നെങ്കിലും ഇതുവരെ സമ്മതിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ സേഫ്റ്റി, സ്ട്രക്ചറൽ സേഫ്റ്റി നോക്കിയാൽ ഇത് സേഫല്ല. ഇതിൽ കൂടുതൽ വെള്ളം നിൽക്കാൻ അതിനകത്ത് സൗകര്യമില്ല, പാടില്ല, നിർത്താൻ പാടില്ല. അല്ല, ഈ 142 അടി എന്നുള്ളത് സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമാണ്. അതിൻ്റെ ശരിക്കുള്ള ഇതെന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 153 അല്ലേ, 152 അടിയാണ് അതിൻ്റെ ശരിക്കുള്ള. ഈ തമിഴ്നാട് പറയുന്നതെന്ന് പറഞ്ഞാൽ 152ലേക്ക് എത്തിക്കുമെന്നാണ് അവർ പറയുന്നത്. ശരിക്കും 142 സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്ന ഒരു പരിധി എന്ന് പറയുന്നത്. 142 അടിയായിട്ട് അങ്ങനെ നിർത്തുക എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ശരിക്കും സുപ്രീം കോടതി വിധി പോലും നമുക്ക് ഭയങ്കര ആശങ്കയുള്ള കാര്യങ്ങളാണ്. കാരണം 142 എന്ന് പറയുന്നത് പോലും സുരക്ഷിതമല്ല എന്നാണ് പറയുന്നത്. ശരിക്കും നമ്മൾ കേരളം ഇതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നീക്കങ്ങളോ നമ്മൾ കേരളം നടത്തിയിട്ടുണ്ടോ? നമ്മൾ പല സ്റ്റഡികളും നടത്തിയിട്ടുണ്ട്. റൂർക്കി IIT കൊണ്ട് സ്റ്റഡി നടത്തി ഈ ഡാമിൻ്റെ ബലം എങ്ങനെയിരിക്കും. അവിടെ ഡാമിൻ എപ്പി സെൻ്ററായിട്ട് ഒരു 6 റിച്ഛർ സ്കെയിലുള്ള ഭൂകമ്പം വന്നാൽ പോലും അത് നിൽക്കില്ല എന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ വള്ളക്കടവ് ഏരിയയിൽ ഒരു എർത്ത് ക്വേക്ക് പ്രോൺ ഏരിയയാണ്. അവിടെ ഭൂമികുലുക്കം വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ റിസർവെയറിൽ വെള്ളം ഇനി കൂട്ടിയാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഡാം ഡീകമ്മീഷനിങ്ങിൻ്റെ ഒരു പ്രോസസ്സിലാണെന്ന് വേണമെങ്കിൽ പറയാം. മാക്സിമം അല്ലെങ്കിൽ നമ്മുടെ FRL ഫുൾ റിസർവെയർ ലെവലിൽ നിന്ന് വെള്ളത്തിൻ്റെ ലെവൽ 142 അടി വരെ ഇപ്പോൾ താഴ്ത്തിയിരിക്കുകയാണ്. അത് സുപ്രീം കോടതിയിൽ വാദിച്ച കേസിൻ്റെ ബേസിൽ കേരളവും തമിഴ്നാടും തമ്മിൽ നടത്തിയ കേസിൻ്റെ ഒരു സെറ്റിൽമെൻറ്റാണ്. അത് കൂടാനായിട്ട് അനുവദിക്കാൻ പാടില്ല. ആ വാട്ടർ ലെവൽ കൃത്യമായി തന്നെ ഫോളോ ചെയ്യേണ്ടത് കോടതിയെ അലക്ഷ്യമാവാതിരിക്കുന്നതിന് ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് എപ്പോഴും തിരിച്ചടി എന്ന് മാത്രമാണ് നമ്മളെപ്പോഴും കേൾക്കുന്നത്. കാരണം എവിടെ പോയാലും കേരളത്തിന് അനുകൂലമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകാറില്ല. എപ്പോഴും നമ്മൾ പറയുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് ജയിക്കും, കേരളം തോക്കും. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെത്തിയത്? ഇത് ഡാമിൻ്റെ സുരക്ഷ പാലിക്കാതെ അവർ പറയുന്ന ഒരു ഇത് മാത്രമാണ്.
അല്ലാതെ നമ്മളെ തോറ്റു എന്ന് പറയുന്നതിൽ ശരിയല്ല. ഇപ്പം നമ്മൾ ജയിച്ചു, പകുതിയായി ജയിച്ചിരിക്കുകയാണ്. 142 അടി മാക്സിമം വാട്ടർ ലെവൽ ആവാവൂ എന്ന് സുപ്രീം കോടതിയെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇനി ഈ ലെവൽ തന്നെ നമുക്ക് സേഫല്ല എന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഇതിന് അഡീഷണൽ ആയിട്ടുള്ള അതിൻ്റെ ലീക്ക് കുറയ്ക്കുന്ന ഒരു ഏപ്രൺ പോലെ ഒരു 2-3 മീറ്റർ രീതിയിൽ അതിൻ്റെ ആ ഡാമിൻ്റെ ഹൈറ്റിൽ ഒരു ഏപ്രൺ ഇട്ട് അവിടെ ആ ലീക്ക് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ ഒരു നല്ലൊരു ഡാമായി നിലനിർത്താൻ പറ്റുകയും ചെയ്യും. ഈ 142 അടി ഇപ്പോൾ പറഞ്ഞ ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇങ്ങനൊരു ഏപ്രൺ പോലൊരു സംവിധാനം ചെയ്യുന്നത് ഒരു പുതിയ ഡാം കെട്ടുന്നതിന് തുല്യമായി വരത്തില്ലേ ശരിക്കും പറഞ്ഞാൽ? കാരണം അത്രയും വലുപ്പത്തിൽ അത് ചെയ്യണ്ടേ? അത് നമ്മളതിൻ്റെ ഫ്രണ്ടിലൊരു 3 മീറ്ററാണെന്ന് നമുക്ക് പറയുന്നത്. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ലീക്കും അതിനകത്തുള്ള വിടവുകളും വിള്ളലുകളും ഒക്കെ ഉണ്ടല്ലോ. അത് അടയ്ക്കുന്നതിന് വേണ്ടി ഏപ്രൺ പണിത് അതിനെ ഗ്രൗട്ട് ചെയ്ത് നിർത്തിയാൽ നമ്മൾ പുതിയ ഡാം പണിയുന്നവരെ അത് അവിടെ നിൽക്കും. സാറ് കുറച്ച് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ മുല്ലപ്പെരിയാർ ഇപ്പോൾ തകർന്നാലും ഇടുക്കി ഡാമിൽ വെള്ളം വന്ന് നിന്ന് അത് സുരക്ഷിതമായിരിക്കുമെന്ന് സാറ് പറഞ്ഞു. ശരിക്കും അത് സുരക്ഷിതമാണ്? എനിക്ക് അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ വായിക്കുന്നത്, ഞാൻ അറിയുന്നതുള്ള കാര്യങ്ങൾ ഈ ഇടുക്കി ഡാമിനെയും തകർത്തുകൊണ്ടായിരിക്കും ഈ മുല്ലപ്പെരിയാറിലെ വെള്ളം എറണാകുളത്തേക്ക് എത്തുക എന്നതാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കിയിരിക്കുന്നത്. ശരിക്കും ഇടുക്കി ഡാമിൽ അതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുമോ? ഇടുക്കി ഡാമിൽ ഇപ്പോൾ കണ്ടെയ്ൻ ചെയ്യാവുന്ന വിധത്തിലാണ് റോൾ കർവ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം വന്നാൽ അതിൻ്റെ പരിസരങ്ങളെല്ലാം ശരിക്കും ക്ലീൻ ചെയ്ത് വെള്ളം നല്ല റെജീം ഫ്ലോ ആയിട്ട് നമ്മുടെ ഇടുക്കി റിസർവയർ കൊണ്ട് എത്തിക്കുകയാണെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിനുള്ള കുഷൻ അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഗേറ്റുകൾ തുറക്കാം, ഷട്ടർ തുറന്ന് ഇടുക്കി ഡാമിൽ കൺട്രോൾ ചെയ്ത് താഴെയുള്ള ലോവർ പെരിയാറും അതുപോലെ തന്നെ ഭൂതം കിട്ടും ലെവൽ നോക്കിയാൽ നടത്താൻ പറ്റും. അതിനുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ഈ ഡാമിൻ്റെ നല്ലൊരു മാനേജ്മെൻറ്റ് വേണം. ഇലക്ട്രിസിറ്റി ബോർഡും വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ നല്ലൊരു ഇതിൽ നിന്നാലേ അത് നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നടന്നാൽ താഴെ ഫ്ലഡ് വരും, പറവൂർ ഏരിയയിലൊക്കെ നല്ല വെള്ളം വരും. പക്ഷേ നമുക്ക് ഇതുപോലുള്ള ആഘാതങ്ങൾ കുറയ്ക്കാം. ഏത് ലെവൽ വരെ വെള്ളം എത്തുന്നുള്ളത് നമ്മൾ ഈ ഫ്ലഡ് മാപ്പിംഗ് ഒക്കെ നടത്തിയാൽ അറിയാൻ പറ്റും. അതിൻ്റെ സ്റ്റഡിയൊക്കെ നടത്തിയിട്ടുണ്ട്. അത് ഇനി നമ്മളത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വിഷയം തമിഴ്നാടിനും അറിയാമായിരിക്കും അല്ലേ? തമിഴ്നാടിന് അറിയാം. അതുകൊണ്ടായിരിക്കും അവർ മുല്ലപ്പെരിയാറിനെ നമ്മൾ കേരളത്തിൻ്റെ ആശങ്കകളെ അവരൊട്ടും കണക്കൂട്ടാത്തതിൻ്റെ കാരണം അതായിരിക്കും. നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാം. കാരണം ഈ വെള്ളം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളത് അലർട്ടായിട്ടിരിക്കണം. ഒരു അതിതീവ്ര മഴ വന്നാൽ നമ്മളതിൻ്റെ ഈ ഡാമുകളുടെ ലെവലെല്ലാം ഫോളോ ചെയ്ത് ഷട്ടറുകൾ പൊക്കി വെള്ളം അറബിക്കടലിൽ വിട്ട് നമ്മളത് സ്വീകരിക്കാൻ റെഡിയായിട്ട് നിൽക്കണം. സാർ, ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഡാം സേഫ്റ്റി അതോറിറ്റി പോലും പറയുന്നത് ഡാം കുഴപ്പമില്ല, സുരക്ഷിതമാണെന്ന് പറയുന്നത്. സാറ് പറയുന്നു ഈ ഇടുക്കി ഡാമിലേക്ക് മുല്ലപ്പെരിയാറിലെ വെള്ളം എത്തിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും ഇത്രയൊക്കെ ആണെന്ന് പറഞ്ഞിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് ഈ അവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ്, അവർക്ക് സുരക്ഷാ ആശങ്കയുണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് തോന്നാനുള്ള കാരണം എന്തായിരിക്കും? അവരെ എന്താണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? അപ്പോൾ അവരുടെ വീടുകളിൽ ഫ്ലഡ് വരുന്നുള്ളത് നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് ലോവർ റീച്ചുകളിൽ താമസിക്കുന്നവർക്ക് എങ്ങനെയായാലും ബുദ്ധിമുട്ടുകൾ വരും. പക്ഷേ ഡാം പൊട്ടി വന്നാലും നമ്മൾ നേരത്തെ വരുന്ന പോലെ ഉള്ള ഒരു ദുരന്തം ഇടുക്കി ഡാം പൊട്ടാതെ ഇരിക്കും. ഇടുക്കി ഡാം എന്തായാലും അത് ഫെയിലാവാതെ ഇരിക്കും. ചെറുതോണിയാണ് സ്പിൽവേ ഉള്ളത്. 3 ഡാമുകൾ അവിടെ ഉണ്ട്. കുളമാവിൽ ഒരു ഡാമുണ്ട്, ഇറുക്കി ആർച്ച് ഡാമുണ്ട്. ആർച്ച് ഡാമിനൊന്നും പറ്റില്ല. ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ചരിത്രം ചോദിക്കുകയാണ്. അതായത് 1886 ഇങ്ങനൊരു പാട്ടക്കരാർ, അതായത് ലോകത്തെവിടെയും ഇല്ലാത്ത രീതിയിൽ 999 വർഷത്തേക്കുള്ളൊരു പാട്ടക്കരാർ എന്ന് പറയുന്ന ഒരു കരാർ നിലവിൽ വന്നത്. ശരിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു പാട്ടക്കരാർ അത് പിന്നീട് പിന്നെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ആ കരാർ പുതുക്കുന്നതും ആ കരാറിന് ഒരു മാറ്റവും വരുത്താതെ വീണ്ടും ആ പറഞ്ഞ 999 വർഷത്തേക്ക് വീണ്ടും അത് മാറിയത്. ശരിക്കും ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അതിൻ്റെ നിയമസാധുത നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കുന്നില്ല ഇപ്പോഴും. ഒറിജിനൽ കരാർ ആരും ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. പ്രിൻ്റ് ചെയ്ത കോപ്പികളാണ്. അത് എങ്ങനെയോ ശരിക്കുള്ള അതിനകത്തുള്ള ചില ലൈനൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ള ലെവലുകൾ, ഇത്ര ലെവൽ വരെ ഒഴുകി വരുന്ന വെള്ളം അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയർ അതിനകത്ത് അത് കിട്ടണമെങ്കിൽ അതിൻ്റെ ഒറിജിനൽ പാട്ടക്കരാർ കാണണം. അത് ആരും ഇതുവരെ കണ്ടതായിട്ട് ഇപ്പോഴത്തെ ജനറേഷനിൽ ആർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർക്ക് ആർക്കും ഇത് അറിയത്തില്ല. ഇതെല്ലാം ഒരു മറ്റേ അന്തരീക്ഷത്തിൽ എഴുതി കൂട്ടിയുള്ള ഒരു പരിപാടിയായി ഇപ്പോൾ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 999 വർഷത്തെ ക്രിയേറ്റ് ചെയ്യാവുന്ന സാധനമാണല്ലോ.
പ്രിൻറ്റഡ് വെർഷനേ ഉള്ളൂ, ഒറിജിനൽ വെർഷൻ ആരും കണ്ടിട്ടില്ല. ഒറിജിനൽ വെർഷൻ അപ്പോൾ ശരിക്കും ഉണ്ടോ അതോ? അതറിയാൻ വയ്യ. ഉം. അന്നത്തെ എവിടെയെങ്കിലും കാണും, പക്ഷേ അത് രാജാവിൻ്റെ കാലത്തുള്ളതല്ലേ. അതെ. അത് കേരള ഗവൺമെൻറ് ഉള്ളതാണ്, പക്ഷേ അതിൽ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഇപ്പോഴുള്ള വെർഷൻ വെച്ചാണ് നേരത്തെ പറഞ്ഞ പവർ ജനറേഷന് വേണ്ടിയുള്ള സമയത്ത് കരാർ പുതുക്കിയത്. ഈ പല സമയത്തും ഈ മഴ സമയത്ത് നമ്മൾ ആശങ്ക പറയുമ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ ആ മഴ കൂടുന്ന സമയത്ത്, വെള്ളം കയറുന്ന സമയത്ത് ഈ തമിഴ്നാട് ആരോടും പറയാതെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പലപ്പോഴും ഷട്ടറുകൾ തുറക്കാറുണ്ട്. ആ ഷട്ടറുകൾ തുറക്കുന്നത് നമുക്ക് പിന്നെ ഈ പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് അവരുടെ വീടുകളിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലഡ്, വെള്ളം കയറുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതൊരു സുരക്ഷാ ഭീഷണിയല്ലേ ശരിക്കും പറഞ്ഞാൽ അവരങ്ങനെ ചെയ്യുന്നത്? അതെന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്? അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ ശരിക്കും? ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ ലെവലുണ്ടല്ലോ 142, ആ ലെവലിൽ വെള്ളം എത്തണമെങ്കിൽ 136 അടി തന്നെ തുറന്നിരിക്കണം. ഷട്ടർ അടയ്ക്കാൻ പാടില്ല. ഇപ്പോൾ കിടക്കുന്ന ഷട്ടർ ഒരിക്കലും അടയ്ക്കാൻ പാടില്ല. അത് അടച്ചാൽ 142 അടിയേക്ക് മുകളിൽ പോവും. അപ്പം അതുകൊണ്ട് ഷട്ടർ തുറക്കുന്ന ഒരു പ്രതിഭാസം വരുന്നത് അവരടയ്ക്കുന്നതുകൊണ്ടാണ്. അതിനെ ആരും ഇത് ശരിക്കും വേണ്ട വിധത്തിൽ എതിർത്തിട്ടില്ല. ഷട്ടർ അടയ്ക്കാൻ പാടില്ല, അല്ലെങ്കിൽ 142 അടി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഷട്ടറുകൾ, ഈ പഴയ ഷട്ടർ മാറ്റി പുതിയ ഷട്ടറുകൾ വയ്ക്കണം. അത് അവർ ചെയ്യുന്നില്ല. അതിന് ഒരു നടപടി ആവശ്യം. ഈ പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അസാധാരണമായ മഴയും അല്ലെങ്കിൽ അസാധാരണമായ കാലാവസ്ഥാ മാറ്റങ്ങളും ഈ വെള്ളമൊക്കെ ഇപ്പോൾ ശരിക്കും കൂടുതലാണ്. അതായത് പെയ്യുന്ന മഴ ഭയങ്കര വെള്ളത്തോടുകൂടിയാണ് മഴ പെയ്യുന്നത്. ചിലപ്പം മഴ പെയ്തില്ലെങ്കിൽ മഴ പെയ്തില്ല, പക്ഷേ മഴ പെയ്യുമ്പോൾ മഴ ഭയങ്കരമായിട്ട് കഠിനമായിട്ട് വലിയ മഴയാണ് പെയ്യുന്നത്. ശരിക്കും ഈ നൂറ്റാണ്ട് പഴക്കമുള്ള ഈ ഡാമിന് ഉൾക്കൊള്ളാവുന്ന വെള്ളം അന്നൊരു പക്ഷേ നമ്മുടെ നാട്ടിൽ അത് ഉൾക്കൊള്ളാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മഴയിൽ പെയ്യുന്ന ഈ വെള്ളം ഉൾക്കൊള്ളാൻ നമ്മുടെ ഡാമുകൾക്ക് ശരിക്കും ശേഷിയുണ്ടോ? ശേഷിയില്ല. ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം വന്നത് തന്നെ നമ്മുടെ പെരിയാറിൽ ഉണ്ടാകുന്ന കേരള അനുഭവിച്ചിരുന്ന വെള്ളപ്പൊക്കം തടയാൻ കൂടിയാണ് അന്ന് ആ ഡാം പണിത്. പക്ഷേ അവരത് ഇപ്പോൾ നമ്മളന്ന് വെള്ളം അധികം ചോദിച്ചിട്ടില്ല. നമ്മളതിന് പടിഞ്ഞാറോട്ട് ഒഴുകിക്കൊണ്ടിരുന്ന പുഴകളെയാണ് കിഴക്കോട്ടായിട്ട് അവർ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആ ഡാം ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഇപ്പോഴത്തെ മഴ യുടെ ഇതനുസരിച്ച്, മഴയുടെ ഓരോ സമയത്തും ഉണ്ടാകുന്ന വ്യതിയാനം അനുസരിച്ച് സ്ട്രോങ് അല്ല. ഫ്ലാഷ് ഫ്ലഡ് വന്നാൽ നമ്മൾ വെള്ളത്തിലാവും. അതെ സാർ. അതുപോലെ ഈ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ജല അതോറിറ്റിയും അതുപോലെ ഡാം സേഫ്റ്റി അതോറിറ്റിയൊക്കെ ഈ പരിശോധനകൾ ശക്തമാക്കണമെന്ന് പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. പല രീതിയിലുള്ള പരിശോധനകൾ ശക്തമാക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ തമിഴ്നാട് ഒരിക്കലും അതിനോട് സഹകരിക്കാറില്ല. അവരുടെ ഒരു വലിയ നിസ്സഹകരണമാണ് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളം എന്താവശ്യപ്പെട്ടാലും. ശരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിൻ്റെ ഈ ഒരു കൃത്യമായി നമ്മൾ ഈ 142 അല്ലെങ്കിൽ 150 എന്നൊക്കെ പറയുമ്പോഴും കൃത്യമായി ഒരു പക്ഷേ അതിന് മുകളിൽ ഉണ്ടാകാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശരിക്കും പറഞ്ഞാൽ, അല്ലേ? അതിനൊരു എ ഐ ക്യാമറ അല്ലെങ്കിൽ എ ഐ ഒരു രീതിയിലുള്ള കറക്റ്റായിട്ടുള്ള ഒരു അളവെടുപ്പ് വേണ്ടത് അത്യാവശ്യമല്ലേ? അതെ, ആ സ്കെയിലിലെ റീഡിങ്, വാട്ടർ ലെവൽ റീഡ് ചെയ്യുന്നത് ഇപ്പോൾ മാനുവലായിട്ടാണ്. തമിഴ്നാട് പറയുന്ന ലെവൽ ഇവിടെ എഴുതുന്നൊന്നും അല്ലാതെ അതിന് ഒരു ഓട്ടോമാറ്റിക് റീഡിങ്, ഡിജിറ്റലായിട്ട് റീഡിങ് ഓട്ടോമാറ്റിക് ക്യാമറ വെച്ച് നമുക്ക് നമ്മുടെ ഓഫീസുകളിൽ ടെലികാസ്റ്റ് ചെയ്ത് എത്തുന്ന വിധത്തിൽ വയ്ക്കണം. അല്ലെങ്കിൽ അതിൽ അവർ തിരിമറി നടത്തും, കാണിക്കും. നേരത്തെ ചെയ്തിട്ടുണ്ട്. ഡാമിലെ സ്കെയിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അവർ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴും ശരിക്കും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ തേനി അതുപോലെ മധുര ജില്ലകളുടെ ഏതാണ്ട് 5ഓളം ജില്ലകളുടെ കുടിവെള്ളം, അതുപോലെ അവരുടെ കാർഷിക ആവശ്യങ്ങൾക്ക് വൈദ്യുതി, എനിക്ക് തോന്നുന്നു അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഈ നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആവശ്യങ്ങളെ ശരിക്കും പറയാൻ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു പരിധി വരെ നമുക്ക് സാധിക്കത്തില്ല. കാരണം നമ്മളെന്തായാലും തമിഴ്നാടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ കേരളം എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു 5 ജില്ലകളുടെ ആ ഒരു പ്രശ്നം മാത്രമായിരിക്കുമോ അവരുടെ ഈ മുല്ലപ്പെരിയാറിലുള്ള വിഷയം, അതോ വേറെ എന്തെങ്കിലും അതിനപ്പുറം അവർ വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഈ ഡാമിലെ വെള്ളം നമ്മൾ ഈ പറഞ്ഞ 5 ജില്ലകളിലെ കൃഷി ആവശ്യങ്ങൾക്കാണ് ചെല്ലുന്നത്. അവിടെയും മലയാളികളുണ്ട്. പക്ഷേ അതുപോലെ തന്നെ വൈഗൈ ഡാമിലാണ് ഇത് അവർ സ്റ്റോർ ചെയ്യുന്നത്. അതിനകത്ത് വെള്ളം അധികം ഇല്ല, അതിനുള്ള കപ്പാസിറ്റി കുറവാണ്. അപ്പോൾ ഇവിടെ നിന്ന് പവർ ജനറേഷൻ നമ്മൾ പുതിയ കരാറുണ്ടാക്കി കൊടുത്തതാണ്. അത് ആദ്യമേ ഇറിഗേഷന് വേണ്ടി മാത്രമായിരുന്നു വെള്ളം കൊണ്ടുവരുന്നത്. ആ വെള്ളം അവിടെ ഫ്ലഡ് വരുന്ന സമയത്ത് ഇവർ ഈ ഷട്ടർ ഇവിടെ തുറന്ന് നമ്മളവിടെ ഫ്ലഡിങ് ആക്കും. അങ്ങനെ ഒക്കെ കുറേ നമ്മളോട് അറിയിക്കാതെ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. കൃത്യമായിട്ടുള്ള വാർണിംഗ് സിസ്റ്റം അവർ നമുക്ക് തരുന്നില്ല. അത് ഓരോ ഗവൺമെൻറ് വരുമ്പോഴും ഇവിടുത്തെ 5 ജില്ലകളിലെ വോട്ടിൻ്റെ ബലം അവർക്ക്
കിട്ടണമെങ്കിൽ ഈ ഡാം നിലനിർത്തും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അവർക്ക് ഈ ഡാം നിന്ന് പൊളിച്ചു പോയാൽ അവർക്ക് വെള്ളമില്ല എന്ന കാര്യം അവർ പറയില്ല. പക്ഷേ ഡാമിൻ്റെ ലെവൽ കൂട്ടില്ല എന്ന് അവർക്കറിയാം. എന്നാലും കൂട്ടും എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഈ ജില്ലകളിലെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു തരം രാഷ്ട്രീയ നീക്കം അത് മാത്രമാണ്. അതും വിജയും അത് തന്നെ ഫോളോ ചെയ്യുന്നത് അല്ലേ? അതാണ് സാറിന് അതെ, തോന്നുന്നത്? അവിടുത്തെ മോഹനെ കയ്യിലെടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ അത്രയും വോട്ടേഴ്സിനെ കയ്യിലെടുക്കാൻ അതിനു വേണ്ടി പറയുന്നത്. സാർ, അതുപോലെ 1895 നിർമ്മിച്ച ഈ ഒരു സുർക്കി മിശ്രിതവും അതുപോലെ കരിങ്കല്ലും അത് നമ്മൾ അതായത് ഇപ്പോഴത്തെ അത്യാധുനിക ടെക്നോളജി ഒന്നും ഉപയോഗിക്കാതെ ചെയ്ത ഒരു ഡാമാണ്. അപ്പോൾ അത് ശരിക്കും നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ സാറിപ്പോൾ സേഫാണ്, കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ അഥവാ പൊട്ടിയാലും ഇങ്ങനെ വീഴും എന്നൊക്കെ പറയുന്നെങ്കിലും ശരിക്കും ഇതിനകത്ത് സുരക്ഷയിൽ നമുക്കൊരു ആശങ്ക വേണ്ടേ? തീർച്ചയായും വേണം. ആ. സുരക്ഷിതമല്ല ഈ ഡാം. ഞാൻ ഈ പറഞ്ഞ കണ്ടീഷനിലൊന്നും ചെയ്തില്ലെങ്കിൽ അത് എങ്ങനെയും പോകും. പക്ഷേ ഇതിന് മുൻകൈ എടുക്കണം. ഇതിൻ്റെ ഏപ്രൻ അവിടെ വരണം, ഷട്ടർ കാഴ്ച മാറ്റണം. ഇത് രണ്ടെണ്ണം ചെയ്താൽ നമുക്ക് ഇവിടെ കിടന്നുറങ്ങാം. അല്ലെങ്കിൽ കൊച്ചി ഫ്ലഡാവും. അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാകും. ഇത് പെട്ടെന്ന് വരുന്ന വെള്ളമായിരിക്കും. അത് മറ്റേ ഡാം പെരിയാറൊക്കെ തുറന്നു വിടേണ്ടി വരും. സാറ് എപ്പോഴെങ്കിലും സാർ ഈ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്, KSEBിൽ ഉദ്യോഗസ്ഥനായിരുന്നല്ലോ സാറ്. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് സാർ പ്രവർത്തിച്ച് ആ ഒരു കാലയളവിൽ ശരിക്കും നമ്മൾ മലയാളികൾ അറിയാത്ത എന്തെങ്കിലും ഒരു സേഫ്റ്റി വീഴ്ചകൾ, സുരക്ഷാ വീഴ്ചകൾ മുല്ലപ്പെരിയാറിനുണ്ടോ ഇപ്പം നിലവിൽ? അതായത് വല്ല ചോർച്ച, നമ്മൾ അറിയാത്ത രീതിയിലുള്ള ചോർച്ച താൽക്കാലികമായി അടച്ചതോ അല്ലെങ്കിൽ മലയാളികളെ അറിയിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും സുരക്ഷാ ഭീഷണി ഇപ്പം നിലനിൽക്കുന്നുണ്ടോ അവിടെ? അവിടെ ശരിക്കും സീപ്പേജ് മെഷർമെൻ്റ് ഒന്നും അവിടെ ഇല്ല. പക്ഷേ അതെല്ലാം ഡാമിൻ്റെ ഡൗൺ സ്ട്രീമിൽ വെള്ളം താഴോട്ട് പോകുന്നത് നമുക്ക് കാണാം. അത് എല്ലാം അവർ പറയാറില്ല. അതിനെ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മലയാളികൾ, ഈ തമിഴ് ഉദ്യോഗസ്ഥരാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. മലയാളികൾ അവിടെ ഉദ്യോഗസ്ഥർ കുറവാണ്. മലയാളി ഉദ്യോഗസ്ഥരെയൊന്നും അങ്ങോട്ട് അടുപ്പിക്കാറില്ലെന്നും അതിൻ്റെ പ്രദേശങ്ങളിലൊന്നും ഇതിൻ്റെ ഡാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും മലയാളി ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ കേരള ഉദ്യോഗസ്ഥരെ അവർ അടുപ്പിക്കാറില്ലെന്നൊക്കെ പറയുന്നുള്ളത് സത്യമാണോ? ഈ ഡാമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ മാത്രമേ അവർ കയറ്റി വിടുള്ളൂ. അത് നമ്മുടെ കേരള പോലീസാണെങ്കിൽ തന്നെയും അവർ അനുവദിക്കില്ല. അതൊരു സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ള ആൾക്കാരെ, മറ്റു ഉദ്യോഗസ്ഥന്മാരൊന്നും കയറ്റാറില്ല. ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ അവിടെ കയറില്ല. അതായത് പൂർണ്ണമായി അവരുടെ നിയന്ത്രണത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിലാണെങ്കിൽ പോലും ഈ ഡാം ഇനിയിപ്പോൾ അവർ ആവശ്യപ്പെടുന്ന പറഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ നിൽക്കുന്ന പ്രദേശം തമിഴ്നാടിൻ്റെ ഭാഗമാക്കണം എന്നൊക്കെ ഒരു ആവശ്യം അവർ പലപ്പോഴും ഉന്നയിക്കാറുണ്ട്. അത് ഇതൊക്കെ കൊണ്ടായിരിക്കും അല്ലേ ഈ ഒരു കാര്യം? അപ്പോൾ അതാകുമ്പോൾ അവർക്ക് ബോർഡർ കടത്തി ആരെയും അങ്ങോട്ട് കയറ്റി വിടണ്ട എന്നവർക്ക് തീരുമാനിക്കാമല്ലോ. ഡാം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം. പക്ഷേ താഴെ നമ്മൾ ഉള്ള കാര്യം അവർ വിട്ടുകളയും. അതെ, അല്ല ശരിക്കും എന്തുകൊണ്ടാണ് അവർ ഈ ഉദ്യോഗസ്ഥരെ ഈ അകത്ത് കയറുന്നതിൽ അല്ലെങ്കിൽ അവരെ ഈ ഡാം പരിശോധിക്കുന്നതിൽ നിന്നൊക്കെ വിലക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? തമ്മിൽ എന്തെങ്കിലും ബഹളം വേണ്ട എന്നുകൊണ്ടായിരിക്കും പല വിധത്തിലുള്ള ആളുകൾ ചെല്ലും. അത് ഡാമിനെതിരെ ഈ തമിഴ്നാട്ടിലെ ആളുകളെ ശത്രുക്കളായി കാണുന്ന ചില ആൾക്കാരുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നോക്കേണ്ട ഉദ്യോഗസ്ഥർ മാത്രം പോയി അതിനെ നോക്കിയാൽ മതി. അവർ ശരിക്കും നോക്കിയാൽ മതി. വേറെ അധികം ആൾക്കാർ എന്ന് ഓരോന്നും ചെയ്ത് കമൻറ്റുകൾ പറയേണ്ട കാര്യമില്ല. അല്ല, ശരിക്കും ഈ തേനി ജില്ലകളിലെ അല്ലെങ്കിൽ തേനി പോലുള്ള ഈ 5 ജില്ലകളിലെ ജനങ്ങൾക്ക് ഇതിൻ്റെ സുരക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു പ്രശ്നത്തിലാണ് എന്നുള്ളതിനെക്കുറിച്ച് വല്ല അവയർനെസ് ഉള്ളതായിട്ട് സാറിന് അറിയാമോ? അവർക്കത് ഈ ഡാമിൻ്റെ സേഫ്റ്റിയെ പറ്റി അവർക്ക് അറിഞ്ഞൂടാ. ഈ അതറിഞ്ഞു. അല്ല, നമ്മൾ കേരളത്തിൽ ഇത്രയും ചർച്ച ചെയ്യുമ്പോഴും അവരറിയുന്നില്ല. കാരണം ഇതൊക്കെ വാർത്തകളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ പലപ്പോഴും നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. എന്നിട്ട് അവരത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണോ സാർ? അവർക്ക് അതിൻ്റേതായ രീതിയിലുള്ള തോന്നൽ അവർക്ക് എത്തിച്ചിട്ടില്ല. കാരണം അവർക്ക് വെള്ളം കിട്ടുന്നു, കൃഷി നടത്തുന്നു, അവരെ കാർഷികോൽപ്പാദനങ്ങൾ നമ്മൾ മേടിക്കുന്നു. പക്ഷേ അപ്പോൾ അത് നിന്ന് പോവും, വെള്ളം ഇല്ലെങ്കിൽ അത് നിന്ന് പോവും എന്നുള്ള തോന്നലാണ്. ഡാമിൻ്റെ ലെവൽ താഴ്ത്തിയാൽ വർഷക്കാലത്ത് കിട്ടുന്ന വെള്ളം ഇവിടെ തന്നെ തുറന്നു വിടേണ്ടി വരും. വേനലിൽ അവർക്ക് വെള്ളം കിട്ടില്ല എന്നുള്ള തോന്നലുണ്ടാക്കുകയാണ് അവർ ചെയ്യുന്നത്. മുല്ലപ്പെരിയാറിന് നമ്മൾ കേരളീയർ, മലയാളികൾ എത്രത്തോളം ആശ്രയിക്കുന്ന ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം? മുല്ലപ്പെരിയാർ എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലുള്ള മലയാളികൾ അല്ല, നമ്മൾ കേരളത്തിന് വേണ്ടി മുല്ലപ്പെരിയാറിൻ്റെ സംഭാവന എന്താ? അത് നേരത്തെ പറഞ്ഞ ആദ്യത്തെ ഒരു ഫ്ലഡിങ് ഒഴിവാക്കാൻ വേണ്ടി ആ ഡാം ഉണ്ടായിരുന്നത് നല്ലതാണ്. പിന്നീട് നമ്മൾ അത് അവരുടെ കൺട്രോളിലായി. അപ്പോൾ അവർ പവർ ജനറേഷൻ നടത്തി. ഇനി അത് നമുക്ക് ആ റൈറ്റ്സ് ഒന്നും നമുക്ക് തരാൻ വഴിയില്ല. പിന്നെ ഉള്ളത് അവിടുത്തെ നമ്മുടെ വൈൽഡ് ലൈഫ്. പെരിയാറിൽ വൈൽഡ് ലൈഫിനെ ബാധിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ വെള്ളം ലെവലൊക്കെ പൊക്കുന്നത്. അവിടെ കടുവ സങ്കേത കേന്ദ്രം, വലിയ രീതിയിലുള്ള വന്യജീവി സംരക്ഷണത്തെ നാഷണൽ പാർക്കാണല്ലോ. അതെല്ലാം ബുദ്ധിമുട്ടാകുന്നു. അവിടുത്തെ ജീവജാലങ്ങൾ, അവിടുത്തെ എൻവയറമെൻറ്റ് തന്നെ മാറും. ഓക്കെ. ഇനി അപ്പോൾ ഈ സാറ് നേരത്തെ പറഞ്ഞ ആ ഒരു ഏപ്രൺ, ആ ഒരു സേഫ്റ്റി മോഡലാണ് നമുക്ക് മുന്നിലുള്ള ഇനിയൊരു ഏക പോം വഴി. അതല്ലാതെ
ഈ മുല്ലപ്പെരിയാറിനെ ഇപ്പോൾ ഇനി എന്തായാലും തമിഴ്നാട് സമ്മതിക്കുന്നില്ല. അത് ഒരു കാരണവശാലും ഇത് പൊളിക്കാനോ അല്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്ത് വേറൊരു ഡാം പണിയാനുള്ള ഒരു സാധ്യതയും മുന്നിലില്ലെങ്കിൽ ഏപ്രിലല്ലാതെ മറ്റെന്തൊക്കെ സുരക്ഷാ മുൻകരുതലുകളാണ് അല്ലെങ്കിൽ ബദൽ മാർഗങ്ങളാണ് നമുക്ക് സ്വീകരിക്കാനുള്ളത്? ഇതിപ്പോൾ പറഞ്ഞൊരു താൽക്കാലിക അറേഞ്ച്മെൻ്റാണ്. പുതിയ ഡാം നമ്മുടെ ലോകയിലുള്ളതാണ്. നമ്മൾ പറയുന്ന മുദ്രാവാക്യമാണ് നമുക്ക് സുരക്ഷ, തമിഴ്നാടിൻ്റെ ജലം. പറയുന്നത് ഈ ഡാമിനെ മാറ്റി പുതിയ ഡാമായിട്ട് പുതിയ ടെക്നോളജി വെച്ച് പണിയണമെന്നാണ്. അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ ഒരു താൽക്കാലിക മെഷർമെൻറ്റ്, ഷോർട്ട് ടൈം മെഷർ എന്ന നിലയിൽ ഇതിൻ്റെ ലീക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെയുള്ള 3 മീറ്ററോളം വീതിയിൽ ഫ്രണ്ടിൽ ഒരു കോൺക്രീറ്റിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഏപ്രിൻ പണിയാം. ഇപ്പോൾ വെള്ളമാണെങ്കിലും 118 ലെവൽ വരെയൊക്കെ അതിപ്പോൾ വെള്ളം താഴ്ന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അവിടെ പല ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അത് ചെയ്താൽ ഇപ്പോഴത്തെ ഡാം തൽക്കാലം നിൽക്കും, എന്നാൽ അതിൻ്റെ ലോങ് ലൈഫ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ 2 സ്ഥലത്തും കോൺക്രീറ്റിൻ്റെ ബാക്കിംഗ് ഉണ്ട്. ഫ്രണ്ടിൽ ഇതാകുമ്പോൾ ഇത് ഉള്ളിലെ സാധനം ഒരു കോർ പോലെ അവിടെ നിന്നോളും. സേഫ് ആയിരിക്കും. അപ്പോൾ നമുക്ക് താൽക്കാലിക 142 ലെവൽ നമുക്ക് വേണ്ടത് ഒരു താൽക്കാലിക സെറ്റപ്പ് അല്ലല്ലോ സാർ. ശരിക്കും പറയാൻ നമുക്ക് വേണ്ടത് ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ലേ? അതിന് സമ്മതിക്കണില്ലല്ലോ. അത്രയും നാൾ നിൽക്കണ്ടേ? ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ 10-30 കൊല്ലമായിട്ടും അവരനങ്ങണില്ല. പക്ഷേ ഈ 30 കൊല്ലമായിട്ടും പറയുന്ന രീതിയിലുള്ള കാര്യമായ പ്രശ്നങ്ങൾ മുല്ലപ്പെരിയാറിന് സംഭവിക്കുന്നില്ല. നമ്മളിങ്ങനെ പറയലല്ലാതെ നമുക്കൊന്നും കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. അവരിൽ നിന്ന് ഒരു അനുകൂല സാഹചര്യം ഉണ്ടാവുന്നില്ല. അല്ല, അപ്പം അത് ഞാൻ ഈ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ മുല്ലപ്പെരിയാറിൻ്റെ കാര്യം മാത്രം ഞാൻ മുല്ലപ്പെരിയാറിൻ്റെ കാര്യം മാത്രമല്ല ചോദിക്കുന്നത്. ഞാൻ കേരളത്തിലെ മറ്റ് ഡാമുകളെ കുറിച്ചും കൂടെ ചോദിക്കുകയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ പ്രളയം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ 2018 പ്രളയം ഉണ്ടായപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിത പ്രളയം, അതായത് ഡാമുകൾ ചോദിക്കാതെയും പറയാതെയും ഡാമുകൾ തുറന്നു വിട്ടതിനെ തുടർന്നാണ് പ്രളയം ഉണ്ടായതെന്നാണ് അന്ന് പരക്കെ ആക്ഷേപം ഉണ്ടായിരുന്നത്. ശരിക്കും റിയാലിറ്റി എന്താണെന്നുള്ളത് വ്യത്യസ്തമാണ്. പക്ഷേ ശരിക്കും നമ്മുടെ കേരളത്തിലെ കേരളത്തിൽ ഇത്രയും ഒരുപാട് ഡാമുകളുണ്ട്. ഈ ഡാമുകളെല്ലാം എത്രത്തോളം സുരക്ഷിതമാണ് കേരളത്തിൻ്റെ? അത് എല്ലാ ഡാമും തന്നെ പെർമനൻ്റായിട്ട് നിൽക്കണമെന്ന് ഇല്ലല്ലോ. അതിനുള്ള റെക്ടിഫിക്കേഷൻ പരിപാടികളെല്ലാം ചെയ്ത് അതിനെ മോണിറ്റർ ചെയ്യണം. അതിൽ എക്സസീവായിട്ട് ഡാമിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡീകമ്മീഷൻ ചെയ്യണം. കേരളത്തിൽ ഡീകമ്മീഷൻ ചെയ്ത ഡാമുകൾ ഏതൊക്കെയാണ്? ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. എല്ലാ മിനിമം ഡാമുകൾക്കൊരു 100 വർഷം ആയുസ് ഉറപ്പായിട്ടും ഉണ്ടാവും. അത് പറയലല്ലേ, നമ്മൾ പറയുന്നു. പക്ഷേ ഇങ്ങനെ നീണ്ടുപോയി കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരു എക്സ്പെക്റ്റഡ് ലൈഫ് 100 വർഷം എന്ന് പറയുന്നേ ഉള്ളൂ. 40 കൊല്ലം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഓരോ ഡിറ്റീരിയേഷൻ തുടങ്ങും. ശരിക്കും ഈ ഡാമുകൾക്ക് എത്ര വരെ ആയുസ് കൊടുക്കാം? ശരിക്കുള്ള ഡാമുകൾ, അതായത് പുതിയ ടെക്നോളജി വെച്ചുള്ള പണിയുന്ന ഡാമുകൾക്കാണെങ്കിൽ എത്ര ആയുസ്? നമ്മുടെ ഇടുക്കി ഡാമിനൊക്കെ എത്ര ആയുസ് കൊടുക്കാൻ പറ്റും? അത് നമ്മൾ ഡാം ഒരു കാർ ആക്സിഡൻറ്റ് പോലെയോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് പോലെയോ ഫെയിൽ ചെയ്യാൻ പാടില്ല. ഡാം ഒരിക്കലും ഫെയിലാവരുത്. അത് ഫെയിലാവുന്ന തോന്നുന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡീകമ്മീഷൻ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ അത് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അത്തരം പരിശോധനകളൊക്കെ നിരന്തരമായി നടക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ? അതാണ് ഡാം സേഫ്റ്റി അതോറിറ്റിയിലും മറ്റിടത്തും നടത്തുന്ന സേഫ്റ്റി മോണിറ്ററിങ്. അത് സംവിധാനം കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ ബുദ്ധിമുട്ടില്ല. ഈ സംസ്ഥാന ഗവൺമെൻറ്റുകൾ, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഈ കാലം അത്രയും, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഈ ഒരു കാലഘട്ടത്തിന് അത്രയും നാൾ നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയ്ക്കും അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാന ഗവൺമെൻറ് മീറ്റിങ്ങുകൾ നടത്തുന്നതല്ലാതെ നമുക്ക് നമ്മുടെ ഡാമിൻ്റെ സുരക്ഷിതത്വം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം ശരിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചിന്ത വരാത്തത്? അത് ഇടയ്ക്കിടയ്ക്ക് മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അതങ്ങ് പോകും. അത് കഴിഞ്ഞ് അടുത്ത മഴ വരുമ്പോൾ പിന്നെയും ഇത് തോന്നൽ വരും. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളായിരിക്കും അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാനിപ്പോൾ എല്ലാ വിധത്തിലുള്ള ഗവൺമെൻറ്റുകളുടെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് അത് കുറച്ച് കഴിയുമ്പോൾ അതെല്ലാവരും മറക്കണം. മഴ കഴിയുമ്പോൾ മുല്ലപ്പെരിയാർ മറക്കും, അതാണ് അല്ലേ നമ്മുടെ ഭരണാധികാരികളുടെ ഒരു രീതി? അങ്ങനെയാണോ? അവരെ നമ്മൾ അങ്ങനെ കുറ്റം പറയുന്നില്ല. പക്ഷേ അത് രാഷ്ട്രീയം അല്ലല്ലോ, നമ്മുടെ ഉദ്യോഗസ്ഥരുണ്ടല്ലോ. അവർ ചെയ്യേണ്ട പണികൾ കൃത്യമായിട്ട് ചെയ്താൽ മതി. അതിനുള്ള റിപ്പോർട്ടുകൾ കൊടുക്കണം. കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ സ്ഥലം മാറിപ്പോവും. പച്ചക്കൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഉദ്യോഗസ്ഥർ തമിഴ്നാട്ടിൽ നിന്ന് വല്ല സാമ്പത്തികം വല്ലതും കൈപ്പറ്റിയോ അല്ലെങ്കിൽ പാരിതോഷികം വല്ലതും കൈപ്പറ്റി കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്നുണ്ടോ ശരിക്കും? ഇല്ല, അത് എൻ്റെ അറിവിലൊന്നുമില്ല. അത് ഞാനിതുവരെ പലരും ഇങ്ങനെ പറയുന്നതല്ലാതെ എൻ്റെ അറിവിലൊന്നും ശ്രദ്ധപ്പെട്ടു. കാരണം അത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണിത്. അതായത് തമിഴ്നാടിൻ്റെ കാശും മേടിച്ചിട്ട് കേരളത്തെ പറ്റിക്കുന്നു എന്നാണ് പൊതുവെ കേൾക്കുന്ന ഒരു. അത് ചുമ്മാ പറയുന്നത്, അതിൽ വാസ്തവമൊന്നുമില്ല. ശരിക്കും സാറ് ആ ഉദ്യോഗസ്ഥനായിരുന്നതുകൊണ്ട് ഒരു പക്ഷേ അല്ല, നമുക്ക് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇതിൻ്റെ എല്ലാം കൺട്രോൾ. പക്ഷേ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ ഭാഗമായിട്ടാണ് മുല്ലപ്പെരിയാറിനെ മോണിറ്റർ ചെയ്യുന്നത്.
അത് എൻ്റെ അറിവിൽ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. തമിഴ്നാട് പൈസ കൊടുക്കുന്നു എന്നുള്ള ആരോപണമാണ് പലരും പച്ചയ്ക്ക് ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റാണ്. തെറ്റായ അങ്ങനെ ഒരു നീക്കം നടക്കുന്നതായിട്ട് സാറിന് അറിവില്ല? ഇല്ല, എൻ്റെ അറിവില്ല. അറിവില്ല. ഗവൺമെൻറ് അറിവിലും ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ അത് സമ്മതിക്കില്ല. കേരളത്തെ വിട്ടുകൊടുക്കാൻ അങ്ങനെ ആരെയും സമ്മതിക്കില്ല? ഇല്ല ഇല്ല ഇല്ല. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ അവിടെ ഉണ്ട്, തമിഴ്നാട്ടിലുണ്ട്. അവർ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടാവും. അവിടെ സ്ഥലം പഴിച്ചവരുണ്ട്, മറ്റേതുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സാർ അതുപോലെ നിലവിൽ ഇപ്പോൾ സാറ് സുപ്രീം കോടതിയിൽ ഒരു അഭിഭാഷകനാണ്, സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്. ശരിക്കും നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ കേസുകൾ എന്ന് പറയുമ്പോൾ എല്ലാം സുപ്രീം കോടതിയാണ് മെയിനായിട്ടും, സുപ്രീം കോടതിയിലാണ് കേസുകൾ വരുന്നത്. സാറ് സുപ്രീം കോടതിയിൽ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തൊക്കെയാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കേസുകളും നമ്മുടെ കേരളം വിജയിച്ചതും അല്ലെങ്കിൽ കേരളത്തിന് തിരിച്ചടി കിട്ടിയതുമായ കേസുകൾ എന്തൊക്കെയാണ്? അതെ, നമ്മളിപ്പം സുപ്രീം കോടതിയിൽ നേരിട്ടന്ന് ഞാൻ ജോലി ഇരിക്കുന്ന സമയത്ത് അതിന് വേണ്ട ഇൻപുട്ടുകൾ കൊടുക്കുന്നതല്ലാതെ നമുക്ക് നേരിട്ട് പോയി വാദിക്കാനുള്ള സൗകര്യമില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ അവിടുത്തെ വക്കീലാണ്. നമ്മൾ സുപ്രീം കോടതിയിൽ കേരള ഡാം സേഫ്റ്റി അതോറിറ്റി രൂപീകരിച്ച സമയത്ത് തമിഴ്നാട് അതിനെ ചലഞ്ച് ചെയ്തു. കേരള ഡാം സേഫ്റ്റി അതോറിറ്റിക്ക് മുല്ലപ്പെരിയാറിൽ ഒരു റോളും ഇല്ലാത്ത വിധത്തിൽ അവർ ഓർഡർ വാങ്ങിച്ചെടുത്തു. അതാണ് നമുക്കിപ്പോൾ ഇവിടെ പറ്റിയ ഒരു വീഴ്ച. അതൊക്കെ ഡാം സേഫ്റ്റി അതോറിറ്റിക്ക് മുല്ലപ്പെരിയാർ ഡാമിൽ ഒരു കമാൻഡും ഇല്ല, അവിടെ കയറാനേ സമ്മതിക്കില്ല. അത് എന്തെങ്കിലും റിവ്യൂ അപ്പീലോ എന്തെങ്കിലും കൊടുക്കാൻ പറ്റി കൊടുത്ത് ഇതുവരെയായിട്ടും കൊടുത്തില്ലേ? അത് അങ്ങനെ ഒരു അപ്പോൾ അത് ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. ഞാൻ ഇതുവരെ കൊടുത്ത കഴിഞ്ഞ സർക്കാരായിരുന്നു. അതെ, ഇത് രണ്ട് സർക്കാരും അതിന് ശേഷം വന്നല്ലോ. ശ്രീ പ്രേമേന്ദ്ര സാർ മന്ത്രിയായിരിക്കുമ്പോഴാണ് നമുക്ക് ആ കേസ് നമ്മൾ തമിഴ്നാട് ജയിച്ചത്. തമിഴ്നാട് ജയിച്ചു. അതായത് ഏതാണ്ട് 10 വർഷത്തോളം ആവുന്നു. വർഷത്തിലധികമായി ഈ കേസുമായിട്ട് കേരള ഡാം സേഫ്റ്റി അതോറിറ്റിയെ അതിൽ നിന്ന് മാറ്റി. ഈ 10 വർഷമായിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല. അതിനെന്തെങ്കിലും നീക്കുപോക്ക് നടത്താൻ പറ്റുമെന്ന് ആലോചിക്കേണ്ടതാണ്. സാർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ ഭയങ്കര ഞെട്ടലാണ് സാർ ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും. കാരണം നമ്മൾ കേരളം ഒന്നും ചെയ്യാതെയാണ് നമ്മൾ ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ഇതുവരെയായിട്ടും മനസ്സിലാവുന്നത്. അതാണോ ശരിക്കും സംഭവിക്കുന്നത്? അല്ല, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. കേരള ഡാം സേഫ്റ്റി അതോറിറ്റി ഏകകണ്ഠമായിട്ട് നമ്മുടെ അസംബ്ലി പാസ്സാക്കിയ ബില്ലാണ്. അതിന് അവർ അല്ല, പക്ഷേ സാറ് പറയുന്നത് പറഞ്ഞാൽ കേരളത്തിലെ അസംബ്ലി അല്ലെങ്കിൽ കേരളം നിയമം പാസ്സാക്കിയിട്ട് കാര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ലല്ലോ. സുപ്രീം കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായി വിധി അവരെടുത്ത് വെച്ചിരിക്കുകയാണ്. കേരളത്തിന് മുല്ലപ്പെരിയാറിൽ ഒരു അവകാശവും ഇല്ല എന്ന് ഒരു രീതിയിലുള്ള വിധി അവർ മേടിച്ച് വെച്ചിരിക്കുമ്പോൾ നമ്മളിവിടെ കേരളത്തിൽ എന്ത് ചെയ്തിട്ടും വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ കേരള ഡാം സേഫ്റ്റി അതോറിറ്റിക്ക് ഇപ്പോൾ റോളില്ല. പിന്നെ ഇനിയിപ്പോൾ അവർ പറയുന്നത് കേട്ടോണ്ടിരിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അത് അല്ലെങ്കിൽ അത് കോടതി പറഞ്ഞ കേസാണല്ലോ, സുപ്രീം കോടതി പറഞ്ഞതല്ലേ. പരമോന്നത നീതിപീഠം സുപ്രീം കോടതി പോലെ അവർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി അവർ പല കാര്യങ്ങളും നമുക്കെതിരെ ഓർഡറുകൾ മേടിക്കുന്നുണ്ട്. ഇങ്ങനാണെങ്കിൽ അല്ല, ഇത് ശരിക്കും സാറേ ഇങ്ങനെയാണെങ്കിൽ അവസാനം ഞാൻ ഒരു ചോദ്യം കൂടെ അവസാനം ചോദിച്ചു നിർത്തുകയാണ്. ശരിക്കും മുല്ലപ്പെരിയാറിനകത്ത് മലയാളി ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? നമ്മൾ ആശങ്കപ്പെടേണ്ടത് ഇപ്പോൾ 142 അടിയിൽ വെള്ളം മുകളിലേക്ക് പോകാതെ ആ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്ന വിധത്തിലുള്ള റീഡിങ്ങുകൾ കിട്ടുന്ന വിധത്തിൽ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കണം. അത് അങ്ങനെ പോയാൽ ഈ ഡാം ഫെയിലാവാതെ നമുക്ക് കിട്ടും. അതുപോലെ ഈ ടെമ്പററി മെഷർ നമ്മൾ പറഞ്ഞത് കോൺക്രീറ്റ് വെച്ച് അതിൻ്റെ ലീക്ക് അടയ്ക്കണം. അതിന് മെയിൻ്റെനൻസ് ഇപ്പോൾ ഒന്നും ചെയ്യണില്ല. അവർ തമിഴ്നാടിനെ കൊണ്ട് ചെയ്യിക്കേണ്ടതാണ്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇടപെട്ടാൽ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ സെൻട്രലിലെ ഒരു മെമ്പറും കേരളത്തിലെ ഒരു മെമ്പറും തമിഴ്നാടിൻ്റെ മെമ്പറും കൂടിയാണ് ഇപ്പോൾ ഇതിൻ്റെ മോണിറ്ററിങ് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് കൂടുകയും ഇതിനെപ്പറ്റിയുള്ള ഇത് ഉണ്ടാവുകയും ചെയ്യണം. സെൻട്രൽ ഗവൺമെൻറ് എന്ത് തീരുമാനം എടുക്കുന്നോ അതിനനുസരിച്ച് ഇതിൽ തീരുമാനത്തിലുണ്ടാവും. അവർ തമിഴ്നാടിൻ്റെ സൈഡിൽ നിൽക്കുകയാണെങ്കിൽ അവർ ജയിക്കും. കേരളത്തിൻ്റെ സൈഡ് വന്നാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നടക്കും. അതിന് ഒരു ഇനിയും ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ശരിക്കും മുല്ലപ്പെരിയാർ വിഷയം എനിക്ക് തോന്നുന്നില്ല ഉടനെ എങ്ങും ഇത് അവസാനിക്കുന്നു. കാരണം മാറി മാറി വരുന്ന ഓരോ സർക്കാരുകളും ഇതിൽ ഓരോ മഴക്കാലത്തും ഇതിങ്ങനെ ആശങ്കപ്പെടുന്ന ഒരു കാര്യമായി മാത്രം മുല്ലപ്പെരിയാർ കുറേ കാലം കൂടെ നിലനിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് സാറ് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് തകർന്നു വീണാലും കേരളത്തിന് പ്രശ്നമില്ല എന്നാണ് സാറ് ഈ ഡാം സേഫ്റ്റി അതോറിറ്റിയിലെ അംഗമായിരുന്ന എന്നുള്ള നിലയ്ക്ക് സാറിൻ്റെ അഭിപ്രായത്തിൽ ഇടുക്കി ഡാം മുല്ലപ്പെരിയാറിനെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. എങ്ങാനും ഉണ്ടായാലും കുറച്ച് ഫ്ലഡ് ഉണ്ടാവും. അത് ഒരു വലിയ മാരകമായ വിഷയമായി മാറില്ല. അല്ലെങ്കിൽ ജീവനും അല്ലെങ്കിൽ ചിലപ്പോൾ സ്വത്തിന് ഭീഷണിയായിരിക്കാം, ജീവന് ഭീഷണിയാകുന്ന രീതിയിലേക്ക് അത് വരില്ല എന്നാണ് സാറ് പറഞ്ഞു വെക്കുന്നത്. അതാണോ ഇതിൻ്റെ ഒരു? ഈ ഡാമിൽ നിന്ന് മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളം വള്ളക്കടവ് വഴി വരണം. അതിന് ആ റിവർ ശരിക്കും ക്ലീൻ ചെയ്യണം. അതിൻ്റെ സൈഡൊക്കെ വേണ്ട വിധത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി വെച്ചാൽ ഈ വെള്ളത്തിനെ സ്വീകരിക്കാൻ നമ്മൾ റെഡിയാവണം.
എന്നെങ്കിലും ഇത് സ്ഥിരമായി നിൽക്കുന്നൊരു ഇതല്ലല്ലോ. നിലവിൽ അങ്ങനെ തടസ്സങ്ങളുണ്ടോ? ഇപ്പോൾ പല തടസ്സങ്ങളുണ്ട്. ഫ്ലോ ശരിക്കും വരില്ല. അതിന് അതായത് വെള്ളമാണ്, വെള്ളം ഒന്ന് താഴേക്ക് വീണ് കഴിഞ്ഞാൽ അതിന് എങ്ങനെ വേണമെങ്കിലും പോകാൻ വെള്ളം തന്നെ സ്വയം തീരുമാനമെടുക്കും. അതെ, റൂട്ട് മാറി പോകും. അതിന് പകരം നമ്മൾ ചാനലൈസ് ചെയ്ത് കൊണ്ടുവന്ന് സേഫായിട്ട് ഇടുക്കിയിലെത്തും. അത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അതൊക്കെ? നമ്മൾ കുറേശ്ശായിട്ട് ചെയ്യാം. നാളെ മറ്റന്നാൾ പൊട്ടുന്ന കാര്യമല്ല. പക്ഷേ നമ്മൾ ഇതിൻ്റെ സമയങ്ങളിൽ അത് ചെയ്തില്ലെങ്കിൽ വേറൊരു മുൻകരുതൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ അപകടമുണ്ടാകും. ആ ഒരു അപകടത്തെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാനും പറ്റില്ല അല്ലേ, ഈ ക്ലീൻ ചെയ്ത് വിട്ടിട്ടില്ലെങ്കിൽ. റിവർ ക്ലീനിങ് അത്യാവശ്യമാണ്. എന്നാലേ ആ വെള്ളം നേരെ അങ്ങ് പോരുള്ളൂ. വള്ളക്കടവിൽ നിന്ന് വരെ ഇടുക്കി ഡാമിൻ്റെ കൈവഴികളാണല്ലോ അതിൽ. ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം സാർ, ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ മാത്രം ചോദിക്കുകയാണ്. കാരണം ശരിക്കും നമ്മുടെ നദികൾ എല്ലാം ഈ വെള്ളത്തെ ഉൾക്കൊള്ളാൻ, അതായത് നമ്മൾ ഈ കേരളത്തിൽ പെട്ടെന്നൊരു അസാധാരണ സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ വെള്ളം ഉൾക്കൊള്ളാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിനെ ഒഴുക്കി കടലിൽ കൊണ്ട് കളയാനുള്ള സാഹചര്യം നമ്മുടെ നദികൾക്കുണ്ടോ ഇപ്പോൾ? അതില്ല. അതാണല്ലോ ഇപ്പോൾ അടുത്ത് കണ്ട റീസെൻറ്റ് ഫ്ലഡുകളെല്ലാം. അത് പല കാര്യങ്ങളുണ്ട്. ഒന്ന് പുഴ താഴ്ന്ന വഴിയെന്നും കുറേ സ്ഥലത്തെ ഡീസിൽറ്റ് ചെയ്യാൻ ഡാമുകൾ ഡീസിൽറ്റിങ് വേണമെന്നും ഒക്കെ പറയുന്നുണ്ട്. അതെല്ലാം കുറേശ്ശെ ടൈം ബൗണ്ടായിട്ട് നമ്മളൊരു പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വെള്ളം ഒഴുകി പോകാനുള്ള അറബിക്കടലിൽ കൊണ്ടുവിടാനുള്ള സൗകര്യം കിട്ടും. നിലവിൽ അതിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നാണ് പറയാനുള്ളത് അല്ലേ? അതിപ്പോൾ നമ്മൾ ഫ്ലഡ് നമ്മൾ എവിടെയൊക്കെ എത്തുന്നുള്ള ഒരു രൂപം ഉണ്ടാവണം. അത് ഫ്ലഡ് മാപ്പിംഗ് ശരി വേണം. ഓക്കെ, അതിൻ്റെ ആഘാതം മനസ്സിലാക്കണമെങ്കിൽ അതുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും ഇത്തരം സാഹചര്യങ്ങൾ ഇത് എല്ലാവരും മനസ്സിലാക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികളും ഇതിനുവേണ്ടി വാദിക്കുന്നവരും എല്ലാം ഇത് മനസ്സിലാക്കട്ടെ. ഇത്തരം സത്യങ്ങൾ പലപ്പോഴും ഇടയ്ക്കൊക്കെ തുറന്നു പറയുമ്പോഴാണ് ശരിക്കും ആൾക്കാർക്ക് കുറച്ച് ആശ്വാസമാകുന്നത്. താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന്. ഓക്കെ, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.